ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഇത് ആരാണ് നമ്മുടെ നീക്കങ്ങളൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് എവിടെ പോയാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുക ആരാണത് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത്, അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കൂ, ഇവിടെ നമുക്ക് ക്യാമറ ഉണ്ട്, നമ്മുടെ ഫോണിൽ നമുക്ക് ഗാലറി ഉണ്ട്, അതിലൊക്കെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെറ്റിംഗ്സ് വഴി നമുക്ക് മറ്റുള്ളവർ ചോർത്താതിരിക്കാൻ, അല്ലെ അഥവാ ആരും ചോർത്തുന്നുണ്ടെങ്കിൽ ഏത് വഴിയാണെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കും. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ള. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്രൈവസി എല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് ചെക്ക് ചെയ്യുക, പ്രൈവസി കാണും. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പെർമിഷൻ മാനേജറും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവസി ഡാഷ്ബോർഡും. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പ്രൈവസി ഡാഷ്ബോർഡാണ്. ആ പ്രൈവസി ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ കണ്ടില്ലേ, ഈ ലാസ്റ്റ് 24 മണിക്കൂറിൽ നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചോർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് ക്യാമറയും ചോർത്തുന്നുണ്ട്, ഇനി മൈക്രോഫോണും. ഇത് ആരാണ് ചോർത്തുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ യൂസ്ഡ് ബൈ 1 ആപ്പ്, ഈ ഒരു ആപ്പ് നിങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോഫോണിലാണ് യൂസ്ഡ് ബൈ 5 ആപ്സ്, 5 ആപ്പുകൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ആരാന്ന് അറിയണമെങ്കിൽ അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്യാമറ യൂസേജ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ടൈം അടക്കം കാണിക്കുന്നുണ്ട്, ഏത് ടൈമിനാണ് നിങ്ങളെ ക്യാമറ ആപ്പുകൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ തൊട്ട താഴെയായിട്ട് മാനേജ് ആപ്സ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ തൊട്ട മുൻപായിട്ട് നമുക്ക് മൈക്രോഫോൺ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടൈമിനാണ് യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, ഏതൊക്കെ ആപ്പുകൾ വഴിയാണ് അവർ യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫോണിൽ ഇത് ആരൊക്കെയാണ് യൂസ് ചെയ്തത്. അഥവാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തൊട്ട താഴെ കാണാം മാനേജ് പെർമിഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മാനേജ് പെർമിഷൻ ഓപ്ഷൻസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആരൊക്കെയാണ് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരു ബിങ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും താഴെയുള്ള ഡോണ്ട് അലൗ എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ഡോണ്ട് അലൗ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഇതിന് മാത്രം, ആപ്പിന് മാത്രം നിങ്ങൾ പെർമിഷൻ കൊടുത്താൽ മതി. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള ആപ്സിനൊന്നും നിങ്ങൾക്ക് ഒരു പെർമിഷന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഡോണ്ട് അലൗ കൊടുക്കുക. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക.